ഗൈസ്, വെൽക്കം ടു എജുപോഡ്. യെസ്, എടാ നമുക്ക് ഒരുപാട് കവിതകൾ പഠിക്കാനുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, അതുപോലെ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താ, ആസ്വാദൻ ടിപ്പണി എഴുതാൻ. 6 മാർക്കിനാണല്ലേ സാധാരണ ആസ്വാദൻ ടിപ്പണി ചോദിക്കാറുള്ളത്. പക്ഷെ ഏത് കവിതയുടേതെന്ന് നമുക്കറിയില്ല, പക്ഷെ ഉറപ്പായിട്ടും ആ ഒരു ചോദ്യം വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമുക്ക് പഠിക്കാനുള്ള മുഴുവൻ കവിതകളുടെയും ആസ്വാദൻ ടിപ്പണി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളിന്ന് പഠിക്കാൻ പോവാണ്. അപ്പൊ ഏതൊക്കെയാണ് കവിതകൾ നോക്കിക്കേ. ഏതൊക്കെ കവിതകൾ? നമുക്ക് ഒന്നാമതായിട്ട്, അതായത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കവിതയാണ് എന്ത്, മധുഋതു എന്ന് പറയുന്നത്. നമ്മുടെ ഒന്നാമത്തെ കവിത അല്ലെ, നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് മധുഋതു ആണ്. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്, ദോഹ വരുന്നുണ്ട് അല്ലെ, ദോഹ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് മിസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അതെന്തായാലും കാണാം. ഓക്കെ, അപ്പൊ ദോഹ എന്താണ് നമുക്ക് വേറെ രീതിയിൽ പഠിക്കുക. ദോഹ 4 മാർക്കിനാണ് ചോദിക്കാറ്. അതുകൊണ്ട് നമുക്ക് ദോഹ എന്ത് ചെയ്യാം, നമുക്ക് 5 ദോഹ പഠിക്കാനുണ്ടല്ലേ, അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാം. അടുത്തത് ചാന്ദ് ഓർ കവി എന്ന് പറഞ്ഞിട്ടുള്ള രാംധാരി സിംഗ് ദിനകറിന്റെ എന്താ ഒരു കവിതയുണ്ട്. അപ്പോൾ ചാന്ദ് ഓർ കവി ഇതുവരെ ചോദിച്ചിട്ടില്ല, നമ്മൾ പറയാറുണ്ട്, പക്ഷേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തത് പത്തർ കി ബെഞ്ച് അല്ലെ, ചന്ദ്രകാന്ത് ദേവ്ധാലയുടെ എന്താ നമുക്ക് പത്തർ കി ബെഞ്ച് ഉണ്ട്. അതുപോലെ കഹ്നാ നഹി ആത്ത, നമ്മുടെ അവസാനത്തെ ചാപ്റ്റർ കഹ്നാ നഹി ആത്ത പവൻ കറിന്റെ. ഇത്രയും കവിതകളാണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കവിതയുടെ ആസ്വാദന ടിപ്പണി ഉറപ്പായിട്ടും ചോദിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ കവിതകളൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കവിത അല്ലെ, മധുഋതു കവിതാക്കി ആസ്വാദൻ ടിപ്പണി 6 മാർക്കിന് നമ്മൾ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പോവാണ്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കവിതയുടെ പേരും കവിത എഴുതിയ ആളുടെ പേരും മെൻഷൻ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ കവിതയുടെ ആസ്വാദന ടിപ്പണി എഴുതാൻ. അപ്പൊ നോക്കിക്കേ, മധുഋതു ജയശങ്കർ പ്രസാദ് की छायावादी कविता है. ओके, पिन्या इस कविता में वसंत काल के आगमन का सुंदर वर्णन हुआ है. ഈ കവിതയിൽ എന്താണ്, വസന്തകാലത്തിന്റെ ആ വരവിനെ കുറിച്ചാണ് കവി നമ്മളോട് വർണ്ണിക്കുന്നത്. പിന്നെ വസന്ത ഋതു 2 दिन के लिए आ गई. വസന്ത ഋതുവിലെ, അതായത് വസന്തകാലം വെറും 2 ദിവസത്തേക്കാണ് വന്നത്. കവിക്കോ ऐसा लगता है कि वह पद भूल कर आ गई है. കവിക്ക് തോന്നിയത് എന്താണ്, ഈ വസന്തകാലം വഴി തെറ്റിയാണ് വന്നിരിക്കുന്നത്. കവി अपने दिल में उसके लिए चैन एक छोटी सी कुटिया बना देता है. കവിയുടെ മനസ്സിൽ എന്ത് ചെയ്യാണ്, കവി എന്ത് ചെയ്യാണ്, ഒരു നല്ല വള്ളിക്കുടിൽ നിർമ്മിക്കുകയാണ്. ആകാശ് ഓർ ധർത്തി കെ ബീച്ച് വഹ് പ്രേം കാ നീഡ് സ്ഥിതി ഹെ. ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലായിട്ടാണ് ആ ഒരു പ്രേമക്കുടിൽ എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. പ്രേം വിഹീൻ ലോകോं को वहां कोई स्थान नहीं है. കവി പറയുന്നുണ്ടല്ലേ, പ്രേമമില്ലാത്ത, സ്നേഹമില്ലാത്ത ആളുകൾക്ക് ഈ ലോകത്ത് യാതൊരുവിധ സ്ഥാനവുമില്ല. ഉൻകാ ജംഗൽ മേം ഭാഗ്ന ഹെ. കവി എന്താ പറയുന്നത്, അവരോട് ഏതെങ്കിലും പുൽക്കാടുകളിലേക്ക് പൊക്കോളൂ എന്നാണ്. പ്രേമി മലയാളിൻ കെ സമാൻ കാംതി ആയേക. ഒരു പ്രേമികക്ക് കമൽ നയൻ പർ ചുംബൻ കർക്കെ ജായേക അല്ലെ. എന്താണ്, മലയ ശീതള കാറ്റ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലേ. ആ മലയ ശീതള കാറ്റ് വന്നിട്ട് എന്താ ചെയ്യുന്നത്, അത് കവിയുടെ കാമുകി അല്ലെ, കവിയുടെ എന്താ പറയുന്നത്, കമല നേത്രങ്ങൾ, താമര കണ്ണുള്ള കാമുകിയുടെ എന്ത് ചെയ്യുക, കാമുകിയെ ചുംബിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയോ വസന്ത ഋതുമേ ആശാക്കെ നയ നയ അങ്കുർ ചൂലേങ്കെ അല്ലെ. വസന്തകാലത്ത് പുതിയ നാമ്പുകളിലെ പുതിയ ആഗ്രഹങ്ങൾ, പുതിയ കാര്യങ്ങളുടെ എന്താ ആശകളുടെ പൂമട്ടുകൾ ഉണ്ടാവുകയാണ്. പല്ല പുളകിത ഹോ ജായെങ്കെ മേരെ കിസ്ലേക്ക ചോട്ടാ സംസാർ കിസിക്കോ ബൂരാ നഹി ലഗേഗ. പൂർവ്വ ദിശാസെ ലാൽ കുസും കെ സമാൻ ഉഷാ ഗിലേഗി. പിന്നെന്താ പറയുന്നത്, ഈ ശീതളക്കാറ്റ് വരുന്ന സമയത്തൊക്കെ എന്താണ്, ഇവര് പുളകിതരാവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ലോകം, ഈ ഒരു സമയത്തെ നശിപ്പിക്കരുതെന്ന് കവി പറയുന്നുണ്ട്. അതുപോലെ എന്താണ്, കിഴക്ക് വശത്ത് ഉയർന്നു പൊന്തുന്ന ആ ഒരു സൂര്യൻ അല്ലെ, അതായത് എന്ത് പോലെയാ പറയുന്നത്, നല്ല ചെമ്പരത്തി പൂ പോലെ നല്ല റെഡ് കളറിലെ, റെഡ് കളറിലുള്ള ആ ഒരു സൂര്യനെ ഇതിൽ വർണ്ണിക്കുന്നുണ്ട്. ഉഷാക്കെ ലാൽ അധരോ കാ രംഗ് ദിൻകോ രംഗീൻ ബൻ ദേത്താ ഹേ. ആ ചെമ്പരത്തി പൂ പോലെയുള്ള ആ റെഡ് പ്രഭാതം പൊട്ടി വിടരുമ്പോ എന്താണ്, ആ ദിവസത്തെ കളർഫുൾ ആക്കുന്നു എന്നാണ് പറയുന്നത്. രാത്രിക്ക് സമയ അന്ധകാർ പാർ കർക്കെ ചാന്ദിനി ആയകെ. രാത്രിയിൽ എന്താണ്, ആ ഇരുട്ടിനെ മാറ്റാൻ വേണ്ടിയിട്ട് ചാന്ദിനിയിൽ ആ നിലാവ് പ്രകാശിക്കുന്നു. അന്തരീക്ഷസെ പ്രകൃതിക്ക് കണ കണമേം ഓസ്കി വർഷ ഹോഗി. അതുപോലെ എന്ത് പറയുന്നുണ്ട്, ഈ നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തെ, ഈ ഒരു അന്തരീക്ഷത്തെ തണുപ്പിക്കാൻ എന്ത് ചെയ്യുന്നുണ്ടടാ, മേഘം മഴയായിട്ട് വരുന്നുണ്ട് അല്ലെ. പിന്നെയോ കവി കഹത്തെ ഹേ കി വസന്ത ഋതു മേ വസന്ത് ഓർ പ്രകൃതി ആപസ് മേ സമർപ്പിത് കർത്തേ ഹേ. വസന്തകാലത്ത് എന്താണ്,
പൂർണ്ണമായിട്ടില്ലേ പ്രകൃതി എന്താണ് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാണ് നമുക്ക് വസന്ത് ഓർ പ്രകൃതി പരസ്പരം എന്ത് ചെയ്യാണ് പൂർണ്ണമായിട്ടും അവര് സമർപ്പിക്കുകയാണ്. യഹ് ഏക് സൃജൻകാരി ഹോത്താ ഹെ ഇസ്മേ കോയി ബാധ മത് ഡാൽന അപ്നെ മേ ജോ കുച്ച് സുന്ദർ ഹെ ഉസേ പ്രേം യുഗ്മോ കോ ദേനാ ഹെ. അപ്പൊ എന്താണ് ആ ഒരു നല്ല നിമിഷങ്ങൾ ഇല്ലാതാക്കരുതെന്നൊക്കെയാണ് കവി ഇതിൽ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് മത് ഋതു എന്ന് പറഞ്ഞ കവിതയുടെ ആസ്വാദന ടിപ്പണിയിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. ഈ രീതിയിൽ എഴുതിയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടൂടാ 6 മാർക്ക് കിട്ടും. യെസ്, അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ കവിത എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചു. ദെൻ രണ്ടാമത്തെ കവിത ഏതാടാ, ചാന്ദ് ഓർ കവി അല്ലെ. ചാന്ദ് ഓർ കവി നോക്കിക്കേ, प्रमुख प्रगतिवादी कवि श्री रामधारी सिंह दिनकर की एक सुंदर कविता है. आദ്യം തന്നെ നമ്മൾ കവിത എഴുതിയ ആളുടെ പേര് പറഞ്ഞു, ചാന്തോ കവി. इस कविता में कवि कहते हैं कि ഈ കവിതയിൽ എന്താ കവി പറയുന്നത്, കവി കലാകാരോं के सपने ही यथार्थ का रूप धारण करते हैं അല്ലെ. ഈ കലാകാരന്മാരുടെ കവികളുടെ ഒക്കെ സ്വപ്നം യാഥാർത്ഥ്യമാണ് എന്നാണ് കവി നമ്മളോട് പറയുന്നത് അല്ലെ. ഉൻ സപ്നോ की नींव पर ആ ഒരു സ്വപ്നത്തിന്റെ അടിത്തറയിൽ എന്ത് ചെയ്യുന്നുണ്ടടാ, സമാജ് കാ ഭവിഷ്യ ഘടാ കിയാ ജാതാ ഹെ. സമൂഹത്തിന്റെ ഭാവി കെട്ടിപ്പടുത്തുന്നത് എന്താണ്, ഈ സ്വപ്നങ്ങളിലാണ്. ഓക്കെ, പിന്നെ എന്തൊക്കെയാ പറയുന്നത്, രാത് കി വേളാമേം രാത്രി സമയങ്ങളില് കവി ചാന്ദ് കോ ദേഖ് രഹാ താ. കവി ഇങ്ങനെ ചന്ദ്രൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചാന്ദ് സെ കഹ്നെ ലഗേകി. എന്താ ചന്ദ്രൻ പറയുന്നത്, മനുഷ്യ വിചിത്ര ജീവി ഹെ. മനുഷ്യൻ എന്താണ്, വിചിത്ര ജീവിയാണ്. മനുഷ്യ സ്വയം സമസ്യായം ബനാ ലേത്തെ ഹെ. മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, സ്വയം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഉൻ സമസ്യാവോമേം ഫൻസ് കർ വഹ് ബേചൈൻ രഹ്താ ഹെ. എന്നിട്ടോ ആ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ അവരിങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കും. ഇസ്കേ കാരൺ ഉസ്കോ നീന്ത് ഭി നഹി ആതി ഹെ. ഇതുകൊണ്ട് എന്താണ്, അവർക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ചാന്ദ് ആകെ കഹത്തെ ഹെ കി വഹ് ബഹുത് പുരാനെ ഹെ. കവി പറയാണ്, ഞാൻ ഒരുപാട് പഴക്കം ചെന്ന ആളാണ്. ഓർ മനു കോ ഭി ജന്മത്തെ മർത്തെ ദേഖാ ഹെ. മനുവിന്റെ മരണവും അല്ലെ ജനനവും മരണവും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. കവി ജൈസെ പാഗലോं को भी देखा है. കവി എന്താ പറയുന്നത്, ഞാൻ അതുപോലത്തെ പ്രാന്തന്മാരെ കണ്ടിട്ടുണ്ട്. എന്ത്, ജോ അപ്നെ സപ്നോं को സഹി करते हैं. തന്റെ സ്വപ്നങ്ങളൊക്കെ ശരിയാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് പ്രാന്തന്മാരെ കണ്ടിട്ടുണ്ടെന്ന് കവിയോട് ഇങ്ങനെ ചന്ദ്രൻ പറയാണ്. ചാന്ദിക്ക് റായ്മേം ചന്ദ്രന്റെ അഭിപ്രായത്തില് മനുഷ്യക്ക സ്വപ്നം, മനുഷ്യന്റെ സ്വപ്നം പാനിക്ക് വെള്ളത്തിന്റെ ബുൽബുൽ കെ സമാൻ ഹെ. കുമിളകൾ പോലെയാണ്. ഓക്കെ, ഇതൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട് അല്ലേ. എന്താണ് മനുഷ്യന്റെ സ്വപ്നങ്ങൾ, ആ വെള്ളത്തിലെ കുമിളകൾ പോലെയാണ്. വഹ് ആജ് ബൻതാ ഹെ ഓർ കൽ ഫൂട്ട് ജാത്താ ഹെ. അത് ഇന്നുണ്ടാവുന്നു, നാളെ എന്ത് ചെയ്യുന്നു, അത് പൊട്ടിപ്പോകുന്നു എന്നാണ് പറയുന്നത്. പിന്നെ എന്താടാ, ചാന്ദിക്ക് വാണി സുൻകർ കവി ചുപ് രഹാ അല്ലേ. ഈ ചന്ദ്രന്റെ വാക്കുകൾ കേട്ടിട്ട് കവി മിണ്ടുന്നില്ല അല്ലെ, കവി നിശബ്ദനായിട്ടിരിക്കുകയാണ്. ലേക്കിൻ എന്നാൽ ഉൻകാ കവി മൻ രാഗിനി ബോൽ ഉട. പക്ഷെ കവിയുടെ മനസ്സിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, എന്താ, മനുഷ്യക്ക സ്വപ്ന ബുൽബുലാ നഹി. മനുഷ്യന്റെ സ്വപ്നങ്ങൾ എന്നല്ല, വെള്ളത്തിലെ കുമിളകളല്ല. പിന്നെയോ ശക്തിക്ക് ബീജ് ഹേ അല്ലേ. അതെന്താണ്, ഒരു ശക്തിയുള്ള ഒരു തരം വിത്താണല്ലേ. അതായത് അത്രയും ശക്തിയുണ്ട് എന്താ ആ ഓരോ വാക്കിനും, എന്താണ് ഓരോ വേർഡിനും ഓരോ അർത്ഥം അല്ലേ. അതായത് വലിയ വലിയ അർത്ഥങ്ങളുണ്ട്, അതിന് വലിയ വലിയ പ്രതീക്ഷകളുണ്ട്. वह अपने सपनों को आग में गलाकर लोहा बनाता है. അതെന്ത് ചെയ്യുന്നുണ്ട്, ആ സ്വപ്നങ്ങളെ എന്ത് ചെയ്യുന്നുണ്ടാ, തീയിലിട്ട് ഇങ്ങനെ ഉരുക്ക ലോഹമാക്കി മാറ്റാണ്. then उस लोहो पर नए घर की नींव बना लेता है और फैला दी दीवार गड़ा करती है. ആ ലോഹം കൊണ്ട് പുതിയ വീടിന്റെ എന്താടാ ചുമരുകൾ കെട്ടിപ്പടുത്തുന്നുണ്ട് അല്ലെ. അതായത് പ്രതീക്ഷകൾ, ഭാവി എന്ന് പറയുന്നത് എന്താണ്, ഇവരുടെ സ്വപ്നങ്ങളിലാണെന്നാണ് പറയുന്നത്. പിന്നെയോ ആധുനിക മാനവ്, ഇന്നത്തെ മനുഷ്യർ, ആധുനിക ജനങ്ങൾ എന്താണ്, മനു നഹി, മനുവല്ല, മനുപുത്ര ഹേ, മനുപുത്രന്മാരാണ്. ഇസ്കി ശക്തി അസീം ഹേ, അവരുടെ ശക്തി അസീം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ ശക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് നിർവചിക്കാൻ പറ്റില്ല, അതിന് ലിമിറ്റ് ഇല്ല. ഓക്കെ, ഉസ്കോ റോക്ന അസംഭവ ഹേ, അതിനെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ എന്താ, അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കവി ചാന്ദ് കോ ചേതാവനി ദേത്താ ഹേ കി സ്വപ്ന വാലെ മനുഷ്യ ആകാശ് കി ഓർ ചടുത്തെ ജാ രഹേ ഹേ. കവി പറയുന്നുണ്ട് എന്താ, മനുഷ്യന്മാരിൽ ആകാശത്തോളം എന്ത് ചെയ്തിട്ടുണ്ട്, ഉയർന്നിട്ടുണ്ട്. ഉസ്മേ സ്വർഗ കോ ഭി ജീത് ലേനെ കി ശക്തി ഹേ, ഉസേ റോക്നെ കി ക്ഷമത കിസി മേ നഹി ഹേ. അവർക്ക് സ്വർഗത്തോളം എത്തിവരാനുള്ള കഴിവുണ്ട്, അവർ തകർക്കാൻ ആർക്കും സാധ്യമല്ല. യ കവിത ലളിത് ഓർ സുന്ദർ ഹേ. ഇത്രയും കാര്യങ്ങളാണ് ചാന്ദ് ഓർ കവിയിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത്. ഇത് എഴുതിയാൽ 6 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, ദെൻ അടുത്ത ഒരു കവിത എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരുപാട് തവണ
റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കവിതയാണ് പത്തർ കി ബെഞ്ച്. ഒരുപാട് തവണ ആസ്വാദന ടിപ്പണി ചോദിച്ചത് ഈ പത്തർ കി ബെഞ്ചിൽ നിന്നാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ എക്സാമിന് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. നോക്കിക്കേ, സുപ്രസിദ്ധ സമകാलीन കവി ചന്ദ്രകാന്ത് ദേവതാലയ के प्रसिद्ध कविता है पत्थर की बेंच. पत्थर की बेंच कविता में वर्तमान पीढ़ी की पुकार को ദേവതാലയ ने वाणी दी है. അല്ലേ, അതായത് ഇന്നത്തെ ആളുകളോട് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അല്ലേ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുറെ കാര്യങ്ങൾ ഈ പത്തർ കി ബെഞ്ചിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. കവി ദേഖ്തേ ഹേ കി പാർക്ക് മേം വർഷം പുരാനി എക്ക് പത്തർ കി ബെഞ്ച് പടി. കവി പറയുന്നുണ്ട്, എന്ത് കവി എന്ത് കണ്ടിട്ടുണ്ട്, പാർക്കിൽ അല്ലെ ഒരു പത്തർ കി ബെഞ്ച്, ഒരു കല്ലിന്റെ ബെഞ്ച്, ഒരുപാട് വർഷം പഴക്കമുള്ളൊരു പത്തർ കി ബെഞ്ച് കാണുകയാണ്. കവി ഉസ് ബെഞ്ച് കെ ചാർ ദൃശ്യ ഹമാരെ സാമനെ പ്രസ്തുത് കർത്തേ ഹേ. ഈ ഒരു പത്തർ കി ബെഞ്ചുമായി ബന്ധപ്പെട്ട 4 കാഴ്ചകൾ, 4 ദൃശ്യങ്ങളാണ് എന്താ കവി നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഏക ദൃശ്യമേ, ഒന്നാമത്തെ ദൃശ്യം എന്താണ്, ഏക റോനെ വാലെ ബച്ച പത്തർ കി ബെഞ്ച് പർ ബൈഠ് കർ റോത്താ ഹെ. ഒരു കുട്ടി എന്താണ്, ഒരു കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയല്ല, ആ ബെഞ്ചിൽ ഇരുന്ന് ഇങ്ങനെ കരയാണ്, ഒരു കുട്ടി ഇങ്ങനെ ബെഞ്ചിൽ ഇരുന്ന് കരയാണ്. ലേക്കിൻ എന്നാൽ വഹ് ബിസ്കുട്ട് കുതർത്തെ ഹുയെ ചുപ് ഹോ ജാത്തെ ഹെ. പക്ഷെ അവൻ ഇങ്ങനെ ബിസ്ക്കറ്റ് കൊടുത്താൽ അത് ഇങ്ങനെ കഴിച്ചുകൊണ്ട് നീന്നുണ്ട്, അവനിങ്ങനെ അതായത് ശാന്തരായി കരച്ചിലൊക്കെ നിർത്തി. അതാണ് ഒന്നാമത്തെ ദൃശ്യം. രണ്ടാമത്തത് दूसरे दृश्य में एक धक्का हुआ युवक अपने कुचले हुए स्वप्नों को सहलाकर बेंच पर बैठा है. ഒരു ക്ഷീണിച്ച് അവശനായിട്ടുള്ള ഒരു യുവാവ് അവൻ്റെ ഒരുപാട് സ്വപ്നങ്ങളെ പറ്റി അതിനൊക്കെ തലോലിച്ചില്ല, അതായത് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് സ്വപ്നങ്ങൾ, നേടിയെടുക്കാനുള്ള സ്വപ്നങ്ങൾ, ഇതിനൊക്കെ എന്താണ് അവനിങ്ങനെ ഓർത്ത് അതിനങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. तीसरे दृश्य, മൂന്നാമത്തെ ദൃശ്യം എന്താണ്, റിട്ടർ ബൂട്ടാ ബരി ദോപഹരി മേ ഹാത്തോം സെ ആംകം താം കർ കർ സോ രഹാ ഹെ. ഒരു റിട്ടയർ ആയിട്ടുള്ള ഒരു വൃദ്ധനായിട്ടുള്ള ആളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കണ്ണ് പൊത്തിയിട്ട് എന്ത് ചെയ്യാണ്, അവിടെ ഇങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത്. നാലാമത്തെ ദൃശ്യം നോക്കിക്കേ, ഏക് പ്രേം ജോഡാക്ക ഹെ ജോ ബെഞ്ച് പർ ബൈഠ് കർ ജിന്ദഗി കെ സപ്നെ ബുൻ രഹേ ഹെ. അല്ലെ, ഒരു കാമുകൻ, പ്രേമ കവിതാക്കൾ എന്ത് ചെയ്യുന്നുണ്ടടാ, അവര് ആ ബെഞ്ചിൽ ഇരുന്നിട്ട് ഭാവിയെ കുറിച്ചുള്ള സ്വപ്നം കാണുകയാണ്. ഇങ്ങനെ 4 ദൃശ്യങ്ങളാണ് എന്താ ഈ ഒരു കവിതയിൽ പറയുന്നത്. കവി കഹത്തെ ഹേ കി, കവി പറയാണ്, വഹ് പത്തർ കി ബെഞ്ച് വർഷം പുരാനേ ഹേ. ഈ പത്തർ കി ബെഞ്ച് എന്താണ്, ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. ജോ സുഖ് ദുഃഖ്, ആ ഒരു ബെഞ്ചിൽ സുഖം ദുഃഖം പ്രേം ദഖാൻ വിശ്രാം പ്രേം ആദി സാക്ഷി ഹേ. ആ ബെഞ്ച് എന്താണ്, ഒരുപാട് സങ്കടങ്ങൾക്കും സന്തോഷങ്ങൾക്കും പ്രേമങ്ങൾക്കും ഒരുപാട് വികാരങ്ങൾക്ക് എന്താണ് ആ ഒരു ബെഞ്ച് സാക്ഷിയാണ്. ലേക്കിൻ എന്നാൽ യ സബ് ജാനനെ വാലെ കവി ആശങ്കിത് ഹോ ജാത്തെ ഹേ. പക്ഷെ കവി എന്താ, കവിയിലൊരു ആശങ്കയുണ്ട്. എന്താണ്, യ ഇസ്ലിയെ ഹേ കി കിസി ദിൻ ഇസ് പത്തർ കി ബെഞ്ച് കെ ലിയെ ഹത്യാഹോं का സിൽസില ശുരു ഹോ സക്താ ഹേ. ആ ഒരു ബെഞ്ചിന് വേണ്ടിയിട്ട് അക്രമങ്ങൾ, കൊലകളൊക്കെ ഉണ്ടാവും എന്നുള്ള ആശങ്ക എന്താണ് കവിയുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. അല്ലെ, ഉസേ ഉഗാഡ് കർ ലേ ജാ സക്തേ ഹേ അഥവാ തോടാ ബി ജാ സക്തേ ഹേ. ചിലപ്പോൾ ആ കല്ല് പിഴുതെറിയും, ചിലപ്പോൾ അത് പൊട്ടിച്ചെറിയും. അല്ലെ, ഇത്തരത്തിലൊക്കെ സംഭവിക്കാം. ഉൻകോ ബി പതാ നഹീ ഹോഗാ കി കോൻ ഇസ് പർ പഹലി ബാർ ബേട്ടെ ഹോഗ. അല്ലെ, ആരാണ് ആ ബെഞ്ചിൽ ആദ്യമായിട്ട് ഇരുന്നതെന്ന് ആർക്കും അറിയില്ല. അല്ലെ, ആ ബെഞ്ചിൽ ആദ്യമായിട്ട് ഇരുന്നത് ആരാന്ന് ആർക്കും അറിയില്ല. അർത്ഥാത് കവി ഡർത്താ ഹേ കി, പറയുന്ന എന്താ, കവി പേടിക്കാണ്. എന്താ, आज के स्वार्थी मानव ने स्वार्थता के कारण पत्थर की बेंच पर अधिकार स्थापित करने के लिए कब लड़ाई शुरू जाएगी, लड़ाई യുദ്ധം. ഇനിയുള്ള ആളുകൾ ആ ഒരു പത്തർ കി ബെഞ്ച് സ്വന്തമാക്കാൻ, അതിൻ്റെ അവകാശി ഞാനാണെന്ന് പറഞ്ഞിട്ട് അത് സ്വന്തമാക്കാൻ വേണ്ടി അക്രമങ്ങൾ അഴിച്ചുവിട്ടില്ല, ഒരു യുദ്ധം തന്നെ ഉണ്ടാവും എന്ന് നമുക്ക് എന്താ പ്രതീക്ഷിക്കാം. അങ്ങനെ ഉണ്ടാവില്ല എന്ന് ആര് കണ്ടു. सरल भाषा में कवि ने अपनी कविता में यही चित्रण किया है. कवितांश द्वारा कवि के आशय इसमें लाने में कवि सफल हुआ है. വളരെ മനോഹരമായിട്ടുള്ള വരികളിലൂടെ കവി എന്ത് ചെയ്യുന്നുണ്ട്, കവിയുടെ ആശയം നമ്മളിലേക്ക് എത്തിക്കാൻ കവിക്ക് സാധിച്ചിട്ടുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വീണ്ടും പറയാണ് മക്കളെ, പത്തർ കി ബെഞ്ച് പഠിക്കാതെ നിങ്ങൾ പോവരുത്. ഒരുപാട് വർഷമായിട്ട് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അടുത്ത നോക്കിക്കേ, നമ്മുടെ അവസാനത്തത് कहना नहीं आता. അല്ലെ, कहना नहीं आता എന്ന് പറഞ്ഞ കവിത നോക്കിക്കേ. युवा पीढ़ी के प्रतिनिधि कवि श्री पवन करण की प्रसिद्ध कविता है कहना नहीं आता. पवन करण की कविता जीवन की पाठशाല से निकली है. അല്ലെ, ജീവിതത്തിൽ നിന്നുള്ള ഒരുപാട് അറിവുകൾ, അല്ലെ,
നമ്മൾ സ്വയം നേടിയെടുത്ത ഒരുപാട് നമുക്ക് പറയാറില്ലേ, ഒരുപാട് ഓരോ അനുഭവങ്ങൾ ഓരോ പാഠങ്ങളാണെന്ന്. അത്തരത്തിലാണ് എന്ത് അദ്ദേഹത്തിന്റെ ഓരോ കവിതകളും. कहना नहीं आता कवि ने वर्तमान भारतीय समाज के हाशियों पर जो शोषित और उपेक्षित लोग हैं उनका प्रतिनिधित्व करता है. ഈ ഇന്നത്തെ ലോകത്ത് ഒരുപാട് പേര് അടിച്ചമർത്തുന്നുണ്ട്, ചൂഷണങ്ങൾക്കിരയാവുന്നുണ്ട്. അവരെ കുറിച്ചൊക്കെയാണ് എന്ത് ഇതില് കവി നമ്മളോട് പറയുന്നത്. സമാജ് കെ നോക്കിക്കേ 80 അല്ലെ, പ്രത്യേക ലോക ഹാഷിയ പർ ഹെ, ഒരു 80% ആളുകൾ എന്താണ് ഇങ്ങനെ അടിച്ചമർത്തപ്പെടുന്നവരാണ്. ഉൻകോ അപ്നെ ജീവൻ കി ബുനിയാദി ജറൂരത്തോ ബി നഹി ഹെ, അല്ലെ അവർക്ക് പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ സമാധാനത്തിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. വേ ലോക പിഞ്ചടേ മേ ബന്ദ് ചിടിയ ജൈസെ ജീവൻ ബിതാത്തെ ഹെ, ഉൻക ലോക അപ്നെ ആസ്പാസ് കി സുവിധായോ തക് സീമിത് ഹെ, അവർക്ക് പൂർണ്ണമായിട്ടും അവരുടെ സ്വാതന്ത്ര്യത്തോടനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. അവരുടെ ചുറ്റുപാടുമുള്ള ആ സൗകര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, അവർ ഒതുങ്ങിക്കൂടി ജീവിക്കുകയാണ് ചെയ്യുന്നത്. നോക്കിക്കേ, കവി ബത്താത്തെ ഹേ കി, കവി പറയാണ് എന്താ, ഹാഷിയ പർ രഖേ ലോഗോं के पास कहने के लिए ज्यादा है, ഇത്തരത്തിൽ അടിച്ചമർത്തപ്പെടുന്ന ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ത് സംസാരിക്കാൻ. ഉനെ कहना की इच्छा भी है, അവർക്ക് സംസാരിക്കാനുള്ള ആഗ്രഹമുണ്ട്. ലേക്കിൻ എന്നാൽ സമാജ് കി ശക്തിശാലി വർഗ, സമാജിൽ അല്ലെ നമ്മുടെ സമൂഹത്തില് ഉയർന്നു നിൽക്കുന്ന, അതായത് അധികാരത്തിൽ നിൽക്കുന്ന ആളുകള് എന്ത് ചെയ്യുന്നില്ല, വർഗീയ ശോഷക വർഗ ഉൻക ജിദ്ദ ബന്ദ് കിയാ ഹെ, എന്ത് ചെയ്യാണ്, അവർക്ക് സംസാരിക്കാനുള്ള അവസരം എന്ത് ചെയ്യുന്നില്ല, ഈ അധികാരികൾ കൊടുക്കുന്നില്ല. ഓക്കെ, പിന്നെയോ ഉനെ കഹനേക്ക അവസർ നഹി ദേത്ത, അവര് പറയാൻ സമ്മതിക്കുന്നില്ല, പക്ഷെ അവരുള്ള അവസരം അവർ കൊടുക്കുന്നില്ല. इस प्रकार के लोगों से कवि कहते हैं कि पहला कहना सीख कर आओ, അല്ലെ എന്താ പറയുന്നത്, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യോ, പറയാനുള്ളത് പഠിച്ചിട്ട് വാ, നിങ്ങൾ ആദ്യം പറയാനുള്ളത് പഠിച്ചിട്ട് വാ. കവി ആകെ कहते हैं कि मैं भी उनमें से एक है, കവി പറയുന്നുണ്ട് എന്താ, ഞാനും ഇതിൽപ്പെട്ട ഒരാളാണ് അല്ലെ, അതായത് അവർ പറയാൻ വരുമ്പോൾ നിങ്ങൾക്ക് പറയാൻ അറിയില്ല, അത് നിങ്ങൾ പറയാൻ പഠിച്ചിട്ട് വാ എന്നാ പറയുന്നത്. इससे यह व्यक्त होता है कि इस प्रकार के लोगों के साथ हमेशा के लिए कवि भी होगा. अन्याय के विरुद्ध लड़ना हमारा कर्तव्य है, അന്യായങ്ങൾക്കെതിരെ പോരാടുക എന്ന് പറയുന്നത് എന്താ, നമ്മളുടെ കർത്തവ്യമാണ്. സഹി അർത്ഥമേ യ കവിത ഭാരതീയ സമാജ് കാ പ്രതിനിധിത്വ കർത്താ ഹെ, ശരിക്കും എന്താണ്, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് ഇതുപോലെ അടിച്ചമർത്തുന്നുണ്ട്, ചൂഷണങ്ങൾക്കിരയാവുന്നുണ്ട്, അവർക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട് അല്ലെ, അവർക്ക് സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ പറ്റും. പക്ഷെ അതൊന്നും എന്ത് ചെയ്യുന്നില്ല, ഈ ഉയർന്ന ആളുകൾ സമ്മതിക്കുന്നില്ല. അവർക്ക് പറയാനുണ്ട്, പക്ഷെ അത് സമ്മതിക്കുന്നില്ല. അവരെ വായ തുറക്കാൻ അവർ സമ്മതിക്കുന്നുണ്ടോ? ഇല്ല, അവർ അടച്ചമർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. उसकी उपेक्षा और तिरस्कार के विरुद्ध समाज के जागृत करता है. पवन करण की यह कविता आम जनता की जीवन की सार्थक व्याख्या है, അല്ലെ, അതായത് ഈ സമൂഹത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന ആളുകളെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ചിത്രമാണ് എന്താ കവി ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മളിലേക്ക് തരുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഈ ഒരു കവിതയിൽ നിന്നും പഠിച്ചാൽ മതി. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള മുഴുവൻ കവിതകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദോഹ സെപ്പറേറ്റ് ആയിട്ട് മിസ് നിങ്ങളിലേക്ക് എത്തിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ഈ വീഡിയോ കണ്ടവരൊക്കെ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ദെൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ നമുക്ക് ഇതിന്റെ നോട്ട് വേണം അല്ലെ, പഠിക്കണ്ടേ? യെസ്, അപ്പൊ നോട്ട് എന്ന് നമ്മുടെ ആപ്പിൽ കിട്ടും. അപ്പൊ എന്ത് ചെയ്യുക, അവിടേക്ക് വരും. ഓക്കെ, യെസ്. അപ്പൊ എന്താണ്, ഇതുപോലത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരും. അപ്പം